കാരണം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന അള്ളാഹ് ഉണ്ടായ അള്ളാഹിനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. അള്ളാഹു മൗജൂദ്, അവൻ ഉള്ളവനാണ്. അതാണ് വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസം അള്ളാഹു ഉള്ളവനാണ്, ഉണ്ടായവനാണ്. അള്ളാഹു ഈ ലോകത്ത് ചില ആളുകൾക്ക് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും, ചില ആളുകൾ ധനം നൽകി പരീക്ഷിക്കും, ചില ആളുകൾക്ക് ധനം നൽകാതെ ദാരിദ്ര്യം നൽകി പരീക്ഷിക്കും. അവൻ എത്ര ദുആ ചെയ്താലും അള്ളാഹ് അങ്ങനെ തന്നെ ചെയ്യും. അതിനാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അതിൽ വിശ്വസിച്ചവൻ, കൊലപാതകി, വ്യഭിചാരി, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാത്ത ആളൊക്കെ സംഭവം. സ്വർഗത്തിലുള്ള ഒരു അനുഗ്രഹങ്ങൾ ആ ദൂരത്ത് തന്നെ കാണുമ്പോൾ ഇവർ പറയും, പടച്ചോനെ ഞങ്ങൾ ഒന്നുകൂടി ദുനിയാവിൽ എത്തിവിടണം, എന്നിട്ട് ഇതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ തരണം, എന്നിട്ട് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യണം, നീ സ്വീകരിക്കരുത്. അങ്ങനെ വീണ്ടും ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്തിനാണ്? ഇതിനെക്കാട്ടി കൂടുതൽ നിഅമത്തുകൾ സ്വർഗത്തിൽ കിട്ടാൻ. അപ്പൊ ഒരിക്കലും വിശ്വാസി റഹീം എന്നുള്ള നിലക്ക് ഗുണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. اللهم صل على سيدنا نبينا ومولانا محمد وعلى آل سيدنا نبينا ومولانا محمد وبارك وسلم عليه وصل على جميع الأنبياء المرسلين وعلى ملائكة الله المقربين وعلى عباد الله الصالحين والحمد لله رب العالمين. الحمد لله. പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, ഏവരെയും ആനന്ദ തീരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ റമദാൻ മാസത്തിൽ ജീവിപ്പിച്ചു. നമുക്ക് ഏവർക്കും ഈദുൽ ഫിത്റിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനും സന്തോഷം കൊണ്ടാടുവാനുമുള്ള തൗഫീഖും അല്ലാഹു നൽകി. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ഒരു വ്യക്തിക്ക് ആദ്യമായി നിർബന്ധമായിട്ടുള്ള കാര്യം എന്താണ്? നിർബന്ധമായ കാര്യം. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായിരിക്കും നിർബന്ധമായിട്ടുള്ളത്? അത് നമ്മളെ ഇഷ്ടത്തിന് നമ്മൾ കുറച്ച് മതം പഠിച്ചു, കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അപ്പൊ എനിക്ക് എന്റേതായൊരു വീക്ഷണം ഇന്നതാണ്, അങ്ങനെയല്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാര് നമ്മളോട് എന്താണ് പറഞ്ഞത്, നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠർ നമ്മളോട് എന്താണ് പറഞ്ഞത്, നമ്മളെ ഗുരുനാഥന്മാർ നമ്മളോട് എന്താണ് പറഞ്ഞത്, ഇത് നമുക്ക് നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ, നമ്മുടെ സുന്നി ദർസുകളിലൊക്കെ തുടക്കത്തിൽ ഓതിയിരുന്ന കിതാബുണ്ട്. ഇപ്പോഴും പല ദർസുകളിലും അതുണ്ട്. അശറത്തു കുത്തുബ് എന്ന് പറയും. 10 കിതാബ്. 10 കിതാബില് ബാബു മഅരിഫത്തുൽ കുബ്ര, മഅരിഫത്തുൽ കുബ്ര എന്ന ഒരു ബാബ്, വലിയ അള്ളാഹിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ദീനിനെ സംബന്ധിച്ചിട്ടുള്ള മഅരിഫത്ത് സുഗ്റയുണ്ട്, കുബ്രയുണ്ട്. ഇത് കുബ്രയാണ്. മഅരിഫത്തുൽ കുബ്രയിൽ അവിടെ ചോദ്യ ഉത്തര ശൈലിയിലാണ് കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ് ചോദ്യം? ചോദ്യോത്തര രൂപത്തിൽ മനസ്സിലാക്കി തരാം. അതിനുള്ള ചോദ്യം എന്താണ്? അയ്യു ഷൈഇൻ യജിബു അലൽ ഇൻസാൻ. മനുഷ്യന്റെ മേൽ ഏത് വസ്തുവാണ്, ഏത് കാര്യമാണ് മനുഷ്യന്റെ മേൽ നിർബന്ധമായിട്ടുള്ളത് എന്നാണ് ചോദ്യം. എന്നാൽ അതിന് ആൻസറും പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഫഖുൽ, നീ പറയണം. ആൻസർ പറഞ്ഞത് എന്താ നിർബന്ധമായിട്ട്? യജിബു അലാ കുല്ലി ആഖിലിൻ ബാലിഗിൻ അൻ യഗ്രിഫ അവ്വലൻ അന്നഹു മഖ്ലൂഖുൻ وأن له خالقا ورازقا وهو الله
ലാ ഇലാഹ ഇല്ലാഹു. എന്താ പറഞ്ഞത്? യജിബു അലാ കുല്ലി ആഖിലിൻ വബാലിഗ്, എല്ലാ പ്രായപൂർത്തിയായതും പക്വത വന്ന പ്രായപൂർത്തിയായതും ബുദ്ധിയുള്ളവനുമായ എല്ലാ ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്, ഓരോ വ്യക്തിയുടെ മേൽ നിർബന്ധമാണ്. അവൻ ആദ്യമായി അറിയൽ നിർബന്ധമാണ്. അന്നഹു മഖ്ലൂഖുൻ, തീർച്ചയായും അവനൊരു സൃഷ്ടിയാണ്. വഅന്നലഹു ഖാലിഖൻ, തീർച്ചയായും അവനൊരു സൃഷ്ടാവുണ്ട്. വറാസിഖൻ, ഒരു അന്നദാനം ചെയ്യുന്നവനുണ്ട്, ഒരു ഭക്ഷണം നൽകുന്നവനുണ്ട്. ഇവനാ ഈ ആദ്യമായിട്ട് വ്യക്തി മനസ്സിലാക്കുക. അത് പറഞ്ഞു, ആദ്യമായി ഒരു മനുഷ്യന് നിർബന്ധമായ കാര്യമാണ് ഈ പറയുന്നത്. ആദ്യമായിട്ട് എന്താ നിർബന്ധം? അപ്പൊ ആദ്യമായി ഇവൻ അറിയലാണ് നിർബന്ധം. കേട്ടാ, അല്ലാഹു തആല മനുഷ്യന് വിശേഷ ബുദ്ധി നൽകിയിട്ടാണ് അയച്ചിട്ടുള്ളത്. വിശേഷ ബുദ്ധി നൽകിയിട്ടുണ്ട്. കാരണം അപ്പൊ അറിയാനാണ്. അപ്പൊ ആദ്യം അതുകൊണ്ട് തന്നെ അറിയലാണ് ആദ്യം നിർബന്ധമായിട്ടുള്ളത്. എന്താണ്? അന്നഹു മഖ്ലൂ, അന്നഹു, തീർച്ചയായും അവൻ ആരാണെന്ന് മനസ്സിലാക്കണം. അന്നഹു മഖ്ലൂഖുൻ, അവനൊരു സൃഷ്ടിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. താൻ ഒരു സൃഷ്ടിയാണ് എന്ന് ആദ്യം. അത് സൃഷ്ടി എന്തിനാ പറയാ? ഉണ്ടാക്കപ്പെട്ടവൻ. ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഉണ്ടാക്കി. ഉണ്ടാക്കപ്പെട്ടവൻക്കാണ് മഖ്ലൂഖ്, സൃഷ്ടി എന്ന് പറയും. സൃഷ്ടിക്കപ്പെട്ടവൻ അല്ലെ? ഞാനൊരു സൃഷ്ടിയാണ്, ഒരാൾ സൃഷ്ടിച്ചതാണ്. തന്നെ ആദ്യം സൃഷ്ടിയായിട്ട് മനസ്സിലാക്കണം. എന്നിട്ടാണ് മനസ്സിലാക്കേണ്ടത് അന്നലഹു ഖാലിഖൻ വറാസിഖൻ, തീർച്ചയായും അവനൊരു സൃഷ്ടാവുമുണ്ട്, ഭക്ഷണം നൽകുന്നവരുമുണ്ട്. ഇതാണ് വിഷയം. അവനാരാണ്? അവൻ അവനാണ് ഹുവല്ലാഹു, അവൻ അല്ലാഹുവാണെന്ന് മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലഹു, അവനല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല, കാര്യകർത്താവില്ല, ആവശ്യ നിർവാഹകനില്ല, ആഗ്രഹം നിറവേറ്റുന്നവനായിട്ട് അവനല്ലാതെ ഇല്ല, വിശപ്പ് മാറ്റുന്നവനായിട്ട് അവനല്ലാതെ ഇല്ല, ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവനായിട്ട് അവനല്ലാതെ ഇല്ല. ഇത് മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കുമോ? അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നമ്മള് ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ട് പറയും ഞാൻ സൃഷ്ടിയാണ്, എനിക്കൊരു സൃഷ്ടാവുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞത് അറിയലാണ്. ഓരോ നിമിഷത്തിൽ ഇവൻ അറിഞ്ഞിരിക്കണം. ഇവൻ അറിയലാണ് നിർബന്ധമായിട്ടുള്ളത്. ഇവ പഠിച്ചാൽ മാത്രം പോരാ. അന്നഹു മഖ്ലൂഖുൻ, ഞാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്ത് നല്ലൊരു ഭാഷയാണ്. ഞാൻ മഖ്ലൂഖാണ്, ഞാൻ സൃഷ്ടിയാണ്, എനിക്കൊരു സൃഷ്ടാവുണ്ട്, അവൻ അല്ലാഹുവാണ്. അവൻ എന്നെ സൃഷ്ടിച്ചു വിട്ടത് മാത്രമല്ല, എനിക്ക് ഭക്ഷണം നൽകുന്നവനും അവൻ തന്നെയാണ്. എന്തൊരു സമാധാനം. ആദ്യമായി ഒരു വ്യക്തി ഇത് നിർബന്ധമായിട്ട് ഇവ മനസ്സിലാക്കിയ വ്യക്തിക്ക് എന്തൊരു സമാധാനം ഉണ്ടാവും നോക്കി. ഈ റാസിഖ് എന്ന് പറയുമ്പോൾ ഈ റാസിഖിന് പലരും അർത്ഥം കൊടുക്കുന്നത് ഭക്ഷണം നൽകുന്നവൻ. അതൊരു വ്യക്തമായിട്ടുള്ള ഒരു അർത്ഥം തന്നെയാണ് റാസിഖ്. റിസ്ഖ് എന്ന് പറഞ്ഞ ഭക്ഷണം എന്നുള്ള ഒരു ഇസ്തിലാഹിയായ ഒരു അർത്ഥമുണ്ട്. പക്ഷെ റിസ്ഖ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നൽകപ്പെടുന്നുണ്ടോ അതെല്ലാം റിസ്ഖ് എന്ന് പറയുന്നത്. പക്ഷെ റാസിഖ് എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം അവിടെ പറഞ്ഞിട്ടുള്ളത്, ഹദീസ് അവിടെ പല രംഗത്തും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് റാസിഖ് എന്ന് പറയുന്നത് ഇവർക്ക് നൽകുന്നവൻ എന്നാണ്. എന്തെല്ലാം നമുക്ക് വേണ്ടതുണ്ടോ അതെല്ലാം നൽകുന്നവർക്ക് റാസിഖ് എന്ന് പറയും. അല്ലാതെ ഒരു ഭക്ഷണം മാത്രമല്ല. ഇവർക്ക് നൽകുന്നവനായിട്ട്, ഇവർക്ക് വേണ്ടതെല്ലാം നൽകുന്നവനായിട്ട് ഒരാളുണ്ട്. ആള് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എന്റെ ഭാഷയിൽ പറഞ്ഞാണ്, അല്ലാഹു തആലാനെ ആള് എന്ന് പറയാൻ പറ്റില്ല. ഒരു ദാത്ത്, പരിശുദ്ധമായ ദാത്തുണ്ട്. ഇവന് വിഷമിക്കേണ്ടതില്ല. ഭക്ഷണമാണ് മനുഷ്യർക്ക് പ്രഥമമായിട്ടുള്ള വലിയൊരു കാര്യം. ഒരു മനുഷ്യൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവനക്ക് വേണ്ടത് അവന്റെ നിലനിൽപ്പാണ്. അവന്റെ ഹയാത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടെ നിലനിന്ന് പോണം. അതിന് ഭക്ഷണം കിട്ടണം. ഭക്ഷണവും വെള്ളവും കിട്ടിയില്ലെങ്കിൽ മരണപ്പെട്ടു, പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. അല്ലെ താഴ്ച വലഞ്ഞു മരിക്കേണ്ടി വരും. ഈ തനിക്കും തന്റെ ചെലവിന് കീഴിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടാണ്
ഹലാലായ റിസ്ക് സമ്പാദിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത് നമ്മളോട്. ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ആളുകൾ ഗൾഫിലേക്ക് പോകുന്നതും ഇവിടെയും അധ്വാനിക്കുന്നതും ഒക്കെ. ഈ ഭക്ഷണം മെയിനായിട്ട് ഭക്ഷണം. അത് കഴിഞ്ഞാലുള്ള മറ്റുള്ള റിസ്കുകൾ അത് ഏതൊക്കെ പെടും ഇതില്? വസ്ത്രങ്ങളായാലും, വസ്ത്രമൊക്കെ വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു മനുഷ്യർക്ക് വീട് വേണം, പാർപ്പിടം വേണം, വസ്ത്രം വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. ഇത് അത്യാവശ്യമാണ്. ഇതൊക്കെ റിസ്കിൽ വരും. പിന്നെ ഹലാലായ മറ്റുള്ള റിസ്കുകൾ പിന്നെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും കൂടുതൽ ശമ്പളമുള്ള ജോലി അന്വേഷിച്ച് നമ്മൾ പോകുന്നത്. ഇവിടെ ഇസ്ലാം പറയണത് എന്താണെന്ന് വെച്ചാൽ, റാസിഖ് എനിക്കുണ്ട്, അള്ളാഹു ആണ് അവൻ, അവനല്ലാതെ ആരില്ല, ഇലാഹില്ല. അതായത് അവനല്ലാതെ സൃഷ്ടാവില്ല, അവനല്ലാതെ ഭക്ഷണം നൽകുന്നവനില്ല, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അല്ലെ, അല്ലാഹു തആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. പരിപൂർണ വിശേഷണങ്ങളൊക്കെ ഉള്ള നല്ല നല്ല വിശേഷണങ്ങളാണ് അവന്റെ വിശേഷണങ്ങൾ. മനസ്സിലാവുക? നല്ല നല്ല വിശേഷണങ്ങളുള്ള അള്ളയാണ്. ഏതല്ലാനെ നമ്മൾ വിശ്വസിക്കുന്നു? നല്ല നല്ല വിശേഷണങ്ങളുള്ള, ന്യൂനതയുള്ള ഒരു വിശേഷണവും അള്ളാഹ്ക്കില്ല. അങ്ങനത്തെ ഒരു സൃഷ്ടാവുള്ളവനാണ് ഞാൻ എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു സമാധാനമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങോട്ടാണ്. അതായത് എനിക്കൊരു റാസിഖ് ഉണ്ട്, എനിക്കൊരു ഖാലിഖ് ഉണ്ട് എന്ന് ഇവൻ അറിയൽ നിർബന്ധമാണ്. ഒരു മനുഷ്യനെ അറിയൽ നിർബന്ധമാണ്. ഒരു 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 വിശ്വാസി, അള്ളാഹുവും റസൂലും വിശ്വസിച്ച ഒരു വിശ്വാസി അറിയൽ നിർബന്ധമാണ്. ആ ഒരു നിർബന്ധമായി വിശ്വസിക്കേണ്ട ഈ കാര്യങ്ങൾ ഇത് ഇവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സമാധാനമാവും. ഞാൻ ആരും ഇല്ലാത്തവനാണ് എന്നുള്ളത് വരില്ല. എനിക്കൊരു സൃഷ്ടാവുണ്ട്, എനിക്ക് ഭക്ഷണം നൽകാൻ ഒരാളുണ്ട് എന്ന് ഒന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്തെങ്കിലും. ഒരു പെണ്ണ് എനിക്ക് ഭക്ഷണവും എന്റെ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ എന്റെ ഭർത്താവുണ്ട് എന്ന് പറയുമ്പോൾ അല്ലെ, അതല്ലെങ്കിൽ ഒരു 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 മനുഷ്യൻ എനിക്ക് എനിക്ക് ഭക്ഷണം നൽകാൻ പറ്റിയ ഒരു മുതലാളി, യജമാനൻ എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു സമാധാനമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ശരിക്കും ഉണ്ടെങ്കിൽ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇനിയൊരു വ്യക്തി വേറെ യജമാനെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും ഇവരെയൊക്കെ സൃഷ്ടിച്ച് തന്ന് ഇവരിലൂടെ നിന്റെ കാര്യങ്ങൾ നിറവേറ്റുന്ന, നിനക്ക് ഭക്ഷണം നൽകുന്ന, നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്ന ഒരു ഇലാഹ് എനിക്കുണ്ട്, ഒരു റബ്ബ് എനിക്കുണ്ട്, അവൻ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നൊക്കെ ശരിയായ ഒരു യഖീൻ. അവൻ കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, എല്ലാം നൽകുന്നവനാണ് എന്നുള്ള ഒരു ഇസ്ലാം പറഞ്ഞ ആ ശരിയായിട്ടുള്ള ഏതൊരു മനുഷ്യനും വിശ്വാസം ഒരാൾക്ക് ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊരു സമാധാനം ഉണ്ടാകും. അല്ലെ, നമ്മളിവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. യജമാനൻ മരിച്ചു പോകും, ഭാര്യക്ക് ഭർത്താവ് ചിലപ്പോൾ മരിച്ചു പോകും, ഭർത്താവിന് തന്നെ അവന്റെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അപ്പോഴൊക്കെ സമാധാനക്കുറവുണ്ട്. ജനങ്ങൾ പൊതുവെ ഇതിലൊക്കെ സമാധാനിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ജനങ്ങൾക്ക് വിഷമം വരുന്നത്. ജോലി നഷ്ടപ്പെടുമ്പോഴത്തേനും, അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങൾ വരുമ്പോഴത്തേനും, ഇങ്ങനെ ഓരോന്നിനും വിഷമം വരുന്നത് എന്തുകൊണ്ടാണ്? ഇവരെ കൊണ്ട് ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഗവൺമെന്റ് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെ ഇന്ന ആള് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ കഷ്ടപ്പെടുത്താൻ പറ്റും, ഞാനൊരു നാഥനില്ലാത്തവനാണ്, എനിക്ക് ജോലി നഷ്ടപ്പെട്ടു പോയാൽ ഞാനും എന്റെ ഭാര്യയും കുട്ടികളും ഒക്കെ കഷ്ടപ്പെടേണ്ടി വരും, ഞാനൊരു നാഥനും പിന്നെ വേറെ ഒന്നുമില്ല, ആകെ രക്ഷക്കൊരു ജോലിയുള്ളത്, അല്ലെങ്കിൽ ഗവൺമെന്റ് നമുക്ക് അനുകൂലമാകുമ്പോൾ നമുക്ക് രക്ഷയുള്ളൂ. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കൊരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ഇസ്ലാം പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. അങ്ങനെയുള്ള ഒരു അള്ളാഹുവിൻ റസൂൽ വിശ്വസിച്ച ഒരാൾ അങ്ങനെയുള്ള ഒരു ധാരണയുമായി മുന്നോട്ട് പോകരുത് എന്നാണ് പറയുന്നത്. അള്ളാഹുവിന്റെ പോലെ റസൂൽ വിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു നാഥനുണ്ട്. മനസ്സിലാവും? ഫലഹുൽ മൗല, അവൻ മൗലയുണ്ട്. അവന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരു റബ്ബുണ്ട്, ഒരു പരിപാലകനുണ്ട്, സ്നേഹനിധിയായ കാരുണ്യവാനായ നാഥനുണ്ട്. അതുകൊണ്ട് എനിക്ക് വിഷമിക്കാനില്ല. എനിക്ക് അതിനൊക്കെ പരിഹാരം അള്ളാഹു ഉണ്ടാക്കി തരും, ഈ സൃഷ്ടാവായ അള്ളാഹു ഉണ്ടാക്കി തരും എന്ന് എനിക്ക് വരണം. അത് ഉണ്ടോന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടത്. അത് നമുക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾക്ക് ശരിക്ക് ഈ പറഞ്ഞതായ ആ ഒരു നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യം നമ്മൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അതൊക്കെ നമ്മൾ എവിടെയോ പഠിച്ചു വെച്ചിരിക്കുകയാണ്.
അറിഞ്ഞത് അനുഭവത്തിലേക്ക് വരണ്ടേ ഒരു കാര്യം. ഞാനൊരു പുരുഷനാണെന്ന് അറിഞ്ഞാൽ ഏത് പാതരാക്കും എന്നെ വിളിച്ചിട്ട് ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിയേൽക്കും, ഞാൻ തിരുത്തൂല, എടോ ഞാൻ പുരുഷനാണ്. അല്ല, അങ്ങനെ തന്നെയല്ല. നമ്മളൊരു കാര്യം നേരാമണ്ണത്തിൽ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അനുഭവത്തിൽ പിന്നെ അതിനെതിരുള്ളതും ചിന്തിക്കാൻ നമുക്ക് പറ്റൂല. അതേ സ്ഥാനത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറെ എന്തൊക്കെ ഉണ്ട് അതൊക്കെ പഠിച്ചു വെച്ചു, അത് സത്യമാണോ എന്ന് നമുക്ക് അറിയില്ല. പഠിച്ചു വെച്ചാൽ നമ്മൾ അതിനെതിരായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ആ പഠിച്ചത് ശരിയാണോ എന്ന്. എന്നാൽ ശരിയാമണ്ണത്തിൽ അറിഞ്ഞൊരു കാര്യം അറിയുക എന്ന് പറയുന്നത് തന്നെ ശരി. സത്യമായിട്ട് നമ്മൾക്ക് ഉൾക്കൊള്ളുമ്പോഴാണ് അത് അറിവ് എന്ന് തന്നെ പറയുന്നത്. അതായത് അറിവ് അനുഭവത്തിലായി വരുമ്പോഴാണ് ശരിക്കും എന്താവുള്ളൂ, അത് ജ്ഞാനമായിട്ട് മാറും. ഇവിടെ അങ്ങനെ അതിനാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. അറിഞ്ഞാൽ മാത്രം പോരാ, തിരിച്ചറിവ് വേണം. അതിനെ മഅരിഫത്ത്. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞ് നമ്മൾ സാധാരണ അറിഞ്ഞു പഠിച്ചതിനൊക്കെ ഇൽമ് എന്നൊക്കെ പറയും. പക്ഷെ മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയുന്നത്. അതായത് ഈ അറിഞ്ഞ അനുഭവാടിസ്ഥാനത്തിൽ ഈ അറിവ് നമ്മളിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് മഅരിഫത്തായിട്ട് മാറും. അപ്പൊ മഅരിഫത്ത് വേണമെന്ന് പറഞ്ഞത് നോക്ക്, ആ സിട്ടാവും ആ റാജിഖുമായ അള്ളാഹുവിനെ സംബന്ധിച്ച് രണ്ടാമത് പറയുന്നത് എന്താ നോക്ക്, 10 കിതാബിൽ തന്നെ പറയാണ്, അവനാരാണ്? അവൻ അള്ളാഹുവാണ്, അവനല്ലാതെ ഒരു ഇലാഹില്ല. എനിക്ക് എന്റെ കാര്യകർത്താവായിട്ട് വേറൊരു ആളില്ല, അതായത് വേറെ ഒരു ദാത്തില്ല, വേറൊരു ഇല, എനിക്ക് ആരാധ്യനായിട്ടുമില്ല, എന്റെ കാര്യകർത്താവായിട്ടും ആരും ഇല്ല വേറെ. എന്നിട്ട് എന്ത് മനസ്സിലാക്കണം? പിന്നീട് അവന് നിർബന്ധമായിട്ട് വരും, പിന്നീട് അവന് നിർബന്ധമാണ് മഅരിഫത്തുൽ ഈമാനി വൽ ഇസ്ലാം, ഈമാനിന്റെയും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തിരിച്ചു മഅരിഫത്ത് വേണം. അവിടെ ഒരു ഇൽമു പോരാ, മഅരിഫത്ത് വേണം. തിരിച്ചറിവ് ഉണ്ടാക്കണം, അതൊക്കെ നിർബന്ധമാണ് പറയുന്നത്. നമ്മള് ഇതൊന്നും പഠിക്കാതെ ബുദ്ധിയില്ലാത്ത കാലഘട്ടത്തിൽ നമ്മൾ കുറച്ച് പഠിച്ചു, പിന്നെ നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കാതിരിക്കരുത്. നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും വിവേകോ ബുദ്ധി ഇല്ലാത്ത ടൈമിൽ മാർക്ക് കിട്ടാൻ, അല്ല റാങ്ക് കിട്ടാൻ, അല്ലെങ്കിൽ ക്ലാസ് കിട്ടാനും, അതല്ലെങ്കിൽ ഉസ്താദന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഉമ്മക്കും ഉപ്പക്കും വേണ്ടി നമ്മൾ പഠിക്കും. പിന്നീട് അതൊക്കെ മറന്നു പോവാൻ. പക്ഷെ നമുക്ക് നിർബന്ധമായ കുറെ കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ മദ്രസയെ പഠിച്ചതാണെങ്കിലും അത് ഇനി ഒന്നുകൂടി അതൊന്ന് ആലോചിക്കണം. അതിന് പറ്റിയ ആളുകളുടെ അടുത്ത് പോയി നമ്മളത് പഠിക്കണം. എന്താണ് ഈ പറയുന്നതെന്ന് അറിയോ? മഅരിഫത്തുൽ ഈമാനി വൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഈമാനിന്റെ മഅരിഫ. അതിന് ചെറിയ വിധത്തിൽ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. വലിയ വിധത്തിലൊക്കെ ഈ മഅരിഫത്ത് കൈകാര്യം ചെയ്ത മശൈഖന്മാരെ അടുത്ത് പോയി പഠിക്കണം. എന്താണ് ചെറിയ വിധത്തിൽ ഇവിടെ വിവരിക്കുന്നത്? ലി അന്ന, കാരണം എന്തുകൊണ്ടാണ് ഈ മഅരിഫത്ത് നിർബന്ധമാണെന്ന് പറയുന്നത്? ലി അന്ന സഅദത ദാറൈനി, കാരണം തീർച്ചയായിട്ടും ഇരു വീട്ടിലുള്ള വിജയം, അതായത് ഈ ഇഹലോകത്ത്, നാളിന് മരണശേഷമുള്ള ലോകം, പരലോകത്ത്, രണ്ട് വീട്ടിലുള്ള വിജയം. ഒരു ആഖിറത്തിൽ വിജയിക്കാനല്ല, ഈ ഭൂമിയിൽ നമ്മൾ ജീവനോടെ വസിക്കുമ്പോൾ ഇവിടെ നമ്മളുടെ ഭാര്യ കുട്ടികളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കൂട്ടുകുടുംബത്തോട് ജീവിക്കുമ്പോഴും മനസ്സമാധാനത്തോടെ വിജയകരമായ ജീവിതം ഇവിടെ നയിക്കണമെങ്കിലും ഈ ഇസ്ലാമിനും ഈമാനിനെ സംബന്ധിച്ച് മഅരിഫത്ത് കർശനം, തിരിച്ചറിവ് കർശനം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ്. ലാ തഹ്സുലു ഇല്ലാ ബി മഅരിഫത്തിഹിമാ. ഇവിടെ പറയാണ് ലാ സൈദി അന്ന സഅദത്ത് ദാറിൻ, തീർച്ചയായും ഈ ലോകത്തുമുള്ള വിജയം ലാ തഹ്സുലു കരസ്ഥമാവുകയില്ല ഇല്ലാ ബി മഅരിഫത്തിഹിമാ, ഈ ഇസ്ലാമിനെ സംബന്ധിച്ചും ഈ ഈമാനെ സംബന്ധിച്ചുമുള്ള തിരിച്ചറിവ് കൊണ്ടല്ലാതെ അതിന് ആ വിജയം ലഭിക്കുകയില്ല ഈ ലോകത്തും. വലാ ഉസൂല ഇലാ ലിഖാഇല്ലാഹി തആല, അല്ലാഹു തആലയുടെ ലിഖാഇലേക്ക് ഇതുകൊണ്ടല്ലാതെ എത്തുകയുമില്ല. ഈമാനിന്റെ മഅരിഫത്ത് അതേതാ? ഈമാനിന്റെ മഅരിഫത്ത് ഏതാണ്? ഈമാൻ അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വയൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഈമാൻകാരെ ആറെണ്ണല്ലേ? ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, രണ്ട് അവന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, മൂന്ന് അവന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക, നാല് അംബിയാ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, അഞ്ച് എന്താണ്? നന്മയും തിന്മയുമായുള്ള കാര്യങ്ങൾ അള്ളാഹുവിന്റെ മുൻനിശ്ചയപ്രകാരമാണ് എന്നതുകൊണ്ടും വിശ്വസിക്കുക. ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന നിർബന്ധം. ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മഅരിഫത്തുണ്ട്, ആമൻതു ബില്ലാ, അതിനൊരു മഅരിഫത്തുണ്ട്. അതൊക്കെ ഇതിൽ ചെറുങ്ങനെ വിവരിക്കുന്നുണ്ട്. മലക്കുകളെ സംബന്ധിച്ചുള്ള മഅരിഫത്തുണ്ട്, ചെറുങ്ങനെ വിവരിക്കുന്നുണ്ട്. ഇതൊക്കെ മശായിഖന്മാരെ നിന്ന് കൂടുതൽ പഠിക്കാൻ പറ്റും, പഠിക്കണം.
നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുഅ്മിനായി മാറുക. മനസ്സിലാവുക. എന്നിട്ട് പറയാണ് ഫമൻ ലം യഅരിഫുൽ ഈമാന വൽ ഇസ്ലാമ, ആരെങ്കിലും ഈമാനിനെയും ഇസ്ലാമിനെയും അറിഞ്ഞിട്ടില്ലെങ്കിൽ ലാ യുഖാലു അന്നഹു മുഅ്മിനുൻ, അവനൊരു വിശ്വാസിയാണ് എന്ന് പറയപ്പെടുകയില്ല എന്നാണ് മഹാനവറുകൾ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഇനി ഓരോ ചെറുങ്ങനെ അങ്ങനെ അതിനെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ വിവരിച്ചു വരുന്നുണ്ട്. ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ അന്ന് 6 കാര്യങ്ങൾ പിന്നീട് വിവരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈമാനെ സംബന്ധിച്ചുള്ള ചെറിയ വിവരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഈമാനെ സംബന്ധിച്ചുള്ള, അതായത് ആദ്യം ഈമാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ചോദിക്കണം, നിന്നോട് ഇനി പറയപ്പെട്ടാൽ മാ മഅനൽ ഈമാൻ, ഈമാനിന്റെ മാന എന്താണ്, ഈമാന് കൊണ്ട് വിവക്ഷ എന്താണ്, ഈമാന് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്ന് പറയപ്പെട്ടാൽ, നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നീ പറയണം മഅനൽ ഈമാനി ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? അൻ തഅതഖിദ, നീ വിശ്വസിക്കലാണ് അന്നല്ലാഹു തആല മൗജൂദുൻ ലാ ശക്ക ഫീഹി, തീർച്ചയായും അല്ലാഹു തആല ഉള്ളവനാണ്, അതിൽ യാതൊരു സംശയവുമില്ല. വഅന്നഹു ലാ ഇലാഹ ഗൈറഹ, തീർച്ചയായും അവനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല, ആരാധ്യനുമില്ല, എനിക്ക് കാര്യകർത്താവുമായിട്ടില്ല. ഈ കാര്യകർത്താവ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഇന്നർ, അതിന്റെ ഒരു ഉള്ളിലുള്ള അർത്ഥമാണ്. മറ്റത് ഭാഷാപരമായിട്ട് ആരാധ്യൻ എന്ന് പറയും. എന്തുകൊണ്ട് അള്ളാഹു ആരാധ്യനായി? അതാണ് പറയുന്നത്. നമ്മളുടെ എല്ലാ കാര്യങ്ങളും, ഈ കാര്യങ്ങളെ സൃഷ്ടിക്കുന്നവനും അവനാണ്, ഈ കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നവനും അവനാണ്. അതാണ് കാര്യങ്ങൾ. നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന എന്ത് കാര്യമായാലും ശരി, അത് നമുക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങളാണെങ്കിലും അവകാശങ്ങളാണെങ്കിലും ശരി, ഇനി അതായത് സൃഷ്ടികളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ, നമുക്ക് കിട്ടേണ്ട കാര്യങ്ങളായാലും, ഇനി അള്ളാഹിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളായാലും, അതുപോലെ തന്നെ ഇനി വല്ല ബലാലുകൾ, നമ്മൾക്ക് വരുന്ന മുസീബത്തുകൾ, ഷർറുകൾ, നമ്മൾക്ക് വരുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ, ഇതെല്ലാം നീങ്ങുക എന്നുള്ള കാര്യങ്ങൾ, ഇതെല്ലാം എന്താണ്? നമ്മുടെ കാര്യങ്ങളാണ്. ഇതിന്റെ കാര്യകർത്താവ്, ഇതെല്ലാം ശരിയാക്കി തരുന്ന ആൾ. നമുക്ക് പ്രയാസങ്ങൾ വരുന്ന കാര്യങ്ങൾ നമ്മളിതോട് ദൂരീകരിക്കുന്നവനും, നമുക്ക് ആവശ്യമായ കാര്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റി തരുന്ന എല്ലാ ആരാണ്? ലാ ഇലാഹ ഗൈറഹ, അവനല്ലാതെ ഇല്ല. മനസ്സിലാവുണ്ട? അവനല്ലാതെ ഇല്ല. വഅന്നഹു, എന്ന് ചെറിയ ഒരു മാറ്റിപ്പതിൽ തന്നെയാണ്. വഅന്നഹു വാഹിദുൻ, അവൻ ഇങ്ങേ ഈ കാര്യത്തിൽ അവൻ ഏകനാണ്. ലാ ശരീക ലഹു, ഒരു പങ്കുകാരില്ല. അവൻ ഏകനാണ്. അവനക്ക് ഈ വിഷയം നമുക്ക് ചെയ്തു പങ്കുകാര ആവശ്യമില്ല. പിന്നെ അവൻ ഈ ലോകത്ത് അവൻ നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ മാധ്യമങ്ങളെ എന്ത് ചെയ്തതാണ്? ഇവിടെ പതിവാക്കിയത്. പരീക്ഷണ ലോകമായോണ്ട് ഇവിടെ അവൻ മറയിലൂടെ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ ഓരോന്നിനും ഓരോന്ന് നിശ്ചയിച്ചതാണ് എന്ന് മാത്രം. മനസ്സിലാവും? അതാണ്. അല്ലാതെ അവന്റെ സഹായികളായിട്ടല്ല, അത് അല്ലാഹു തആല അങ്ങനെയാണ് ഈ ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നില്ല? ആലമുൽ അസ്ബാബ്, ഇത് അസ്ബാബിന്റെ ലോകമാണ്. അസ്ബാബുൽ ആദിയ, സാധാരണ ഈ അസ്ബാബുകളുടെ ലോകമാണ്. എന്നിട്ട് പറയാ ശരീക ലഹു, എന്നിട്ടോ വലാ മുഈന ലഹു, അവനൊരു സഹായിയുമില്ല, അവനൊരു പങ്കുകാരനുമില്ല, അവനൊരു സഹായിയുമില്ല. നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി അള്ളാഹ്ക്ക് ചില ആളുകൾ മനസ്സിലാക്കും മലക്കുകൾ അള്ളാഹുടെ സഹായികളാണ്, അള്ളാഹ്ക്ക് ഇവരൊന്നും ആവശ്യമില്ല, എല്ലാവരും ചെയ്തു തരാൻ. നമുക്ക് സ്വർഗത്തിലൊന്നും ഇതൊന്നും ആവശ്യം ഉണ്ടായിട്ടില്ല. സ്വർഗത്തിൽ മാത്രമൊന്നല്ല, ഇവിടെയും ഇവിടെ ആത്മാവിനെ സൃഷ്ടിക്കുന്നതിന് അള്ളാഹു ഒന്നിനെയും വെച്ചിട്ടില്ല. ഇവിടെ മാധ്യമമായിട്ട് നമ്മളിൽ ആത്മാവിൽ, നമ്മൾ ജീവനില്ലേ, നമ്മളിൽ കാഴ്ച ശക്തിയില്ല, കേൾവി ശക്തിയില്ല, ഇതിനെ ഒരു മലക്കിനെ അള്ളാഹു തല വെച്ചിട്ടില്ല. അപ്പൊ അള്ളാഹ്ക്ക് ഇതില്ലാതെ സൃഷ്ടിക്കാൻ പറ്റും. ഇനി നമ്മളെ സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് നമുക്ക് മാതാപിതാക്കളെ വേണം, ഉമ്മയും ഉപ്പയും ഇണചേർന്നുകൊണ്ട് നമ്മളുണ്ടായത്. അള്ളാഹ് ഇവിടെ അങ്ങനെ വെച്ചതാണ്. അള്ളാഹ്ക്ക് അതിന്റെ ആവശ്യമില്ല. അതിന് അള്ളാഹു തആല തെളിവ് കാണിച്ചു വന്നു. അപ്പൊ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് ആദം നബി അലൈഹി സ്വലാമിന് ഉപ്പയിലും ഉമ്മയും കണ്ടോ. ഉപ്പയും ഉമ്മയില്ലാതെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തആല കൊണ്ടുവന്നു. ഈസാ നബി അലൈഹി സ്വലാം ഒരു ഉമ്മ മാത്രം, ഉപ്പയും അല്ലേ.
അപ്പൊ അള്ളാഹ് അത് പറ്റൂന്നുള്ളത് കാണിച്ചു തന്നത്. സാധാരണ നിലക്ക് തീ കൊണ്ടാണ് ഇവിടെ അള്ളാഹു താല ബാക്കി കാര്യങ്ങൾ, തീ കൊണ്ട് ചില പ്രയാസങ്ങള് ഉപദ്രവങ്ങളും അള്ളാഹു താല ഇവിടെ വെച്ചിട്ടുണ്ട്. ഉപദ്രവങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ള ഉപദ്രവിക്കൊന്നുമില്ല, അത് നമ്മൾ ഗുണകരമാണ്. അത് ചിലപ്പോ നമ്മൾക്ക് പരീക്ഷണമായിട്ട് അള്ളാഹു താല നൽകിയതാണ് തീ, അല്ലെ? തീ സാധാരണ കത്തിക്കാറാണ്, കരിച്ചു കളയാറാണ്. അതുകൊണ്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട്. എന്നാൽ അള്ളാഹു താല ചിലപ്പോൾ പരീക്ഷണമായിട്ടും അള്ളാഹു താല നമ്മൾക്ക് അത് ചെയ്യാറില്ല. എന്നാൽ ഈ നമ്രൂദിന്റെ അഗ്നി കുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ തീനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കരിക്കാൻ പറ്റില്ലല്ലോ. അവിടെ അള്ളാഹു താല അവിടെ എന്ത് ചെയ്ത് സ്വർഗം പോലെ ആക്കില്ല, തണുപ്പാക്കി മാറ്റില്ല, അല്ലെ? കുൽനാ യാ നാറു കൂനി ബർദം വസ്സലാമൻ ഇബ്രാഹിം, ഏ തീയ നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും കുളിരുമായി മാറണമെന്ന് അള്ളാഹു താല കൽപ്പിച്ച സന്ദർഭം അത് കുളിരും തണുപ്പുമായി മാറി. അതുപോലെ തന്നെ മൂർച്ചയുള്ള ഇരുമ്പ് മൂർച്ചയാക്കി കഴിഞ്ഞാൽ കത്തി, കടാര, ഇതിനൊക്കെ സ്വഭാവം അള്ളാഹു താല അതിലൂടെ മുറിക്കുക എന്നുള്ളതാണ്, അല്ലെ, നടത്തുന്നത്. എന്നാൽ അള്ളാഹു താല അതിന് വിപരീതമായിട്ട് വിപരീതമായി ചെയ്യുന്നത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഴുത്ത് മുറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ വളരെ മൂർച്ചയുള്ള വാളുകൊണ്ട് എത്ര കണ്ടൊക്കെ മുറിക്കാൻ നോക്കി, വാള കട്ടാര എന്തോ കൊണ്ട്. പക്ഷെ അള്ളാഹു താല എന്ത് ചെയ്തില്ല, മുറിച്ചില്ല, മുറിവ് അവിടെ സംഭവിച്ചില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവസാനം ദേഷ്യം പിടിച്ചത് എന്താണ് മൂർച്ചയില്ലാത്ത മുറിച്ച് അവിടെ എറിഞ്ഞു. അവർ പാറമ തട്ടിയപ്പോ ആ പാറ മുറിഞ്ഞു പോയി, അത്രക്ക് മൂർച്ചുണ്ടായിരുന്നു, അല്ലെ? ഒന്നാലോചിച്ച് നോക്കി. വെള്ളത്തില് സാധാരണ വെള്ളത്തിന്റെ സ്വഭാവം അള്ളാഹു താല ഇവിടെ വെള്ളത്തിന്റെ സ്വഭാവം ഇവിടെ പ്രകടമാക്കണം എങ്ങനെയാണ്? കനമുള്ള ഒരു വസ്തു അതിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതേ വെള്ളത്തിനേക്കാൾ ഭാരമുള്ള വസ്തു വന്നു കഴിഞ്ഞാൽ അത് വെള്ളം ഇവരെ മുക്കും, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. എന്നാൽ നബിമാര് മാത്രമല്ല, എത്ര ഔലിയാക്കൾ, സഹാബാക്കൾ വരെ വെള്ളത്തിന് മുകളിൽ നടന്നു പോയി, അതിന് മുക്കാൻ പറ്റിയില്ലല്ലോ, ഔലിയാക്കൾ ചെയ്തില്ല. അപ്പൊ അള്ളാഹു താല ഉദ്ദേശിച്ചാൽ വരുള്ളൂ. അപ്പൊ അള്ളാഹ് ഒന്നിനും എന്തല്ല, ആശ്രയല്ല. ഇതൊന്നും ഇല്ലാതെ അള്ളാഹ് ഇതൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാത്തിലും മാറ്റം ഉണ്ടാക്കാൻ അള്ളാഹ് കഴിവുണ്ട് എന്നുള്ളത് വിശ്വസിക്കണം. അവനൊരു സഹായില്ല, അവന് മന്ത്രിയില്ല. രാജാക്കന്മാർക്ക് സഹായിയായിട്ട് മന്ത്രിമാരുണ്ട്, അത് ചെയ്യുന്നത് ചെയ്യും. അള്ളാഹു മന്ത്രിമാരെ വെച്ചിട്ടില്ല. അവനെ പോലെയുള്ള മറ്റൊരു മിസില് ഇല്ല, അവനെ പോലെയുള്ള മറ്റൊന്നില്ല. അവന് മാത്രമേ ഉള്ളൂ, അവൻ മാത്രമേ ഉള്ളൂ, അവന് തുല്യമായ ആരുള്ളൂ. അവൻ പണ്ടേ പണ്ടുള്ളവനാണ്. അതായത് അവനൊരു തുടക്കമില്ല. അതാണ് ഹുവൽ അവ്വൽ, അവനാണ് ആദ്യം. എന്താ ഉദ്ദേശിക്കുന്നത്? ലൈസ ഖബ്ലഹു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ അൻതൽ അവ്വൽ, അല്ലാഹു നീയാണ് ആദ്യം. ലൈസ ഖബ്ലക ശൈഉൻ, നിനക്ക് മുന്നേ ആയിട്ട് ആരുമില്ല. അതായത് അള്ളാഹിന്റെ മുന്നേ ആരുമില്ല എന്നാണ് അയാളോട് ഉദ്ദേശിക്കുന്നത്. അവ്വലി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആദ്യം എന്ന് പറഞ്ഞത് പണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഖദീം, പണ്ടേ പണ്ടുള്ളവൻ ഉദ്ദേശിക്കുന്നത് അവനൊരു തുടക്കമില്ല, അവന് മുന്നേ ആരുമില്ല. അബദിയുൻ, അവൻ എന്നും നിലനിൽക്കുന്നതാണ്. അതായത് അബദിയുൻ ലാ ഫനാഅ ലഹു, അവന് നാശവുമില്ല. ഉണ്ടായതേ നശിക്കും. അള്ളാഹ് ഉണ്ടായവരല്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ല. പല ആളുകളും ചോദിക്കാറുണ്ട് അള്ളാഹനെ ആരുണ്ടാക്കിയത്, അള്ളാഹനെ ആരുണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൻ ഖുർആനും ഹദീസും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹനെ വിശ്വസിച്ചിട്ടേ ഇല്ല. കാരണം അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന് അള്ളാഹ് ഉണ്ടായ അള്ളാഹനെ പഠിപ്പിച്ചിട്ടേ ഇല്ല. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. അള്ളാഹു മൗജൂദ്, അവൻ ഉള്ളവനാണ്. അതാണ് വിശ്വാസം. ഇസ്ലാമിന്റെ വിശ്വാസം അള്ളാഹു ഉള്ളവനാണ്, ഉണ്ടായവനാണ്. അവന ചോദ്യം തന്നെ അപ്രസക്തമാണ്, പ്രസക്തിയില്ലാത്ത ചോദ്യം. ഉള്ളവനാണ് നമ്മൾ വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ വിശ്വസിച്ച അള്ളാഹിനെ സംബന്ധിച്ച് അപ്പോൾ അള്ളാഹിനെ ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചോന് നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കിയിട്ടില്ല. അള്ളാഹിനെ അവൻ മനസ്സിലാക്കിയിട്ടേ ഇല്ല. അള്ളാഹു ഉണ്ടായവനെ അല്ല, അവൻ ഉള്ളവനാണ്. കാരണം എന്തുകൊണ്ടാണ് ഉണ്ടായവനല്ല എന്ന് പറയാം? അവനക്ക് അതിന്റെ മുന്നൊരു ഇല്ലായ്മയില്ല, ഒരു ഇല്ലായ്മ മുൻകടന്നിട്ടില്ല. ഇല്ലായ്മ മുൻകടന്നിട്ടുണ്ടെങ്കിലല്ലേ പിന്നെ ഉണ്ടാവുള്ളൂ. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് ഇല്ലായ്മ. ഇല്ലായ്മ മുൻകടന്നിട്ടുണ്ടെങ്കിൽ അതും ഖദീമാവും, അതാവും പണ്ടേ പണ്ടുള്ളത്. അങ്ങനെയില്ല. പണ്ടേ പണ്ടുള്ളത് അള്ളാഹിന്റെ ഒരു വിശേഷണമാണ്. അതിൽ ലാ ശരീക ലഹു, ഒരു പങ്കുകാരനില്ല. അവൻ മാത്രമാണ് പണ്ടേ പണ്ട്. അവൻ ഇല്ലായ്മ മുൻകടന്നിട്ടില്ല. അപ്പൊ അള്ളാഹു ആരാണ്? അള്ളാഹു മൗജൂദ്, അവൻ ഉള്ളവനാണ്. അപ്പൊ ഇല്ലായ്മയിൽ നിന്നും ഉണ്ടായാൽ അത് പിന്നീട് നശിക്കും. ഇവിടെ ഇല്ലായ്മ മുൻകടക്കാതെ ആദ്യം ഉള്ളവനാണ്. അപ്പൊ എന്താണ്? ഓ വഹജ്ജുൻ ദാഇം, അവൻ എന്നൊന്നും നിലനിൽക്കുന്നവനാണ്. ലാ യമൂത്ത്, അവന് മരണമില്ല. കാരണം അവന് നാശവുമില്ല. വലാ ഫനാഅ ലഹു, അവന് മരണമില്ല. കാരണം അവൻ ജനിച്ചിട്ടില്ല. അള്ളാഹ് ജനിച്ചിട്ടില്ലേ?
അവൻ ഉള്ളവനാണ്, അവൻ ജീവൻ ഉള്ളവനാണ്. ജനിക്കണമെങ്കിൽ ആദ്യം ഇല്ലാതെ വരണം. അങ്ങനെ അതൊക്കെ സൃഷ്ടികൾക്കുള്ളത്. അപ്പൊ അള്ളാഹനെ മനസ്സിലാക്കുന്ന വിധത്തിൽ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഈ അള്ളാഹു താലയുടെ സിഫാത്തുകൾ വിശേഷണങ്ങൾ, അതിന് പ്രധാനപ്പെട്ട 2 സിഫത്തുകളുണ്ട്. അതൊന്ന് റഹ്മാൻ, റഹീം. ഇത് എവിടെ നോക്കിയാലും ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മളോട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറയുന്നു. കാരണം എപ്പോഴും ഇത് ഓർമ്മ വരണം എന്നാണ്. എപ്പോഴും നല്ല നന്മ ചെയ്യുമ്പോൾ അല്ല റഹ്മാനാണ് റഹീം എന്ന് ഓർമ്മ. ഖുർആൻ എടുത്ത് നോക്കി, ബിസ്മില്ലാഹിർ റഹ്മാൻ. ഫാത്തിഹ എടുത്ത് നോക്കി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ കഴിഞ്ഞ് സർവ്വസുദ്ധിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്ന് പറയുന്നു. പിന്നെ പറഞ്ഞത് എന്താ? അർ റഹ്മാൻ റഹീം, അവൻ റഹ്മാനാണ് റഹീം. ഇത് ശരിക്കും വിശ്വസിക്കാത്തതും പലർക്കും കേൾക്കും. നമ്മളല്ല അങ്ങനെയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞ എന്താണ്? വഴിപ്പെടാപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യും. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു സിഫത്തിന്റെ ആദ്യം മനസ്സിലാക്കുന്നത്. ഉദാഹരണമായിട്ട് ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറേ ആളുകൾ മക്കത്തെ മുസ്ലിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കള് എത്ര വിശ്വാസികളാണ്. അവർ അള്ളാഹിന്റെ റസൂലിന് വേണ്ടി എത്രത്തോളം ദുആ ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ ഉപദ്രവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ അള്ളാഹ്ക്ക് അങ്ങനെ ഒരു സിഫത്തുണ്ട്. അവിടെ എല്ലാം ഒരേപോലെ നടക്കുള്ളൂ. ഇവിടെ കാര്യകാരണ ബന്ധത്തിനനുസരിച്ച് അള്ളാഹ് നടത്തുള്ളൂ. അപ്പൊ ചിലപ്പോ നമ്മൾ വിചാരിക്കും നമ്മൾ എത്രയോ ദുആ ചെയ്തല്ലോ, നമ്മൾ കുറേ ദുആ, നമുക്ക് വളരെ അത്യാവശ്യമായിരിക്കും. വളരെ അത്യാവശ്യം അള്ളാഹ്ക്ക് പറയാൻ അത്യാവശ്യമാണ് അല്ലെ? അള്ളാഹ്ക്ക് അറിയാം അത്യാവശ്യമാണ്. നമ്മൾ വളരെ അത്യാവശ്യമുള്ള കാര്യം അല്ലെ? അത്രക്ക് രോഗത്തിൽ പ്രയാസപ്പെട്ടിട്ട് വേദന സഹിക്കാൻ പറ്റായിട്ട് പടച്ചോനെ മാറ്റണമെന്ന് പറഞ്ഞു. ഈ ആള് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, ഖുർആൻ ഒരു തെറ്റ് ചെയ്യാത്ത അള്ളാഹുവിന്റെ റസൂൽ വിശ്വസിക്കുന്ന ആളാണ്. അള്ളാഹ് പറയും ചോദിച്ച തരാണ്, എന്നിട്ടും കൊടുക്കൂലേ? അങ്ങനെ അള്ളാഹു ഈ ലോകത്ത് ചില ആളുകൾക്ക് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും, ചില ആളുകൾ ധനം നൽകി പരീക്ഷിക്കും, ചില ആളുകൾക്ക് ധനം നൽകാതെ ദാരിദ്ര്യം നൽകി പരീക്ഷിക്കും. ഓൻ എത്ര ദുആ ചെയ്താലും അള്ളാഹ് അങ്ങനെ തന്നെ ചെയ്യും. അതിനാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അതിൽ വിശ്വസിച്ചവൻ, കൊലപാതകി, വ്യഭിചാരി, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാത്ത ആളൊക്കെ സംഭവം. എല്ലാവർക്കും ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ വരും. വിശ്വസിക്കുക എന്ത് ചെയ്യും? അള്ളാഹു താല അതിനാണ് റഹീം എന്ന് പറയുന്നത്. റഹീം വിശ്വസിച്ചവർ പ്രത്യേകം ഗുണം ചെയ്യുന്നത്. അള്ളാഹുവിനെ വിശ്വസിച്ച ആള്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഒരാളാണെങ്കിൽ അവനക്ക് ഈ സന്ദർഭത്തിലൊക്കെ എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു അള്ളുണ്ട് എന്നുള്ള സമാധാനം അവന്റെ ഹൃദയത്തിൽ അള്ളിട്ട് കൊടുക്കും. മാത്രമല്ല അവനെ ഈ ക്ഷമിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല പ്രത്യേകമായ ഒരു ഈമാനികമായ ഒരു സമാധാനവും സന്തോഷവും കൊടുക്കുകയും മാത്രമല്ല അവനൊരു ഐശ്വര്യം വേറെ അല്ല കൊടുക്കും. അത് വിശ്വസിക്കറിയാം, അനുഭവിക്കാനും സാധിക്കും ഈ ലോകത്തുണ്ട്. എന്നാലും മരണശേഷവും അവന് ഇതിനൊക്കെ അത്രയധികം അള്ളാഹു താല ഹദീസിൽ കാണാൻ മിഷ്കാത്തിലൊക്കെ ഒരു ഹദീസ് അള്ളാഹുടെ മഹ്ശറയിൽ ഒരു കൂട്ടം ആളുകളെ കൊണ്ടുവരും. അവർക്ക് പാപങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. കൊണ്ടുവന്ന അള്ളാഹു താല ഈ മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ മീസാൻ എടുത്തു മാറ്റാൻ പറയും, നന്മയും തിന്മയും നോക്കുന്നത് എടുത്തു മാറ്റാൻ പറയും. അവർ സ്വർഗത്തിലേക്ക് ഹിസാബിന്റെ അത് പൊക്കോട്ടെ. അപ്പൊ മലക്കുകൾ അവിടെ തന്നെ നിൽക്കും. മലക്കുകൾ പറയും, അല്ലാഹുവേ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറാവ മിസ്ഖാല ദറത്തിൻ ശർറൻ യറ. ഒരു അണുമണി തുക നന്മ ചെയ്താൽ അത് കാണും, തിന്മ ചെയ്താലും അത് കാണും എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് വളരെയധികം പാപങ്ങളുണ്ട് അല്ലാഹു, ഇവർ സ്വർഗത്തിൽ കയറാൻ അർഹരല്ല. അപ്പൊ അല്ലാഹു തആല പറയുന്ന ഒരു വാക്ക് ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇസ്തഹ്യൈത്. ഏതാണ് വാക്ക്? ഇസ്തഹ്യൈത്. ഞാൻ നാണിക്കുന്നു, ഞാൻ ലജ്ജിക്കുന്നു ഇവരെ കണ്ടു. ഇതിന്റെ വിശദീകരണം വരുന്നുണ്ട്. അതായത് ഞാൻ ഇവർക്ക് ദുനിയാവിൽ പരീക്ഷണങ്ങൾ കൊടുത്തു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് നൽകാം, ഞാനാണ് നിങ്ങൾക്ക് നൽകുന്നത്, ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് വാഗ്ദാനവും ചെയ്തു. പക്ഷേ അവർക്ക് ബലായി പ്രയാസം വന്നപ്പോ അവരത് മാറാൻ വേണ്ടി എന്നോട് ദുആ ചെയ്തു, അത് അവർ നീങ്ങിപ്പോവാൻ ദുആ ചെയ്തു. പക്ഷെ ഞാൻ അവർക്ക് മാറ്റിയില്ല എന്ന് മാത്രമല്ല, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ വീണ്ടും വീണ്ടും അവരെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. പക്ഷെ അവര് എന്നാൽ എന്നെ കൊണ്ട് ആശ്രയം മുറിയില്ല, എന്റെ വിശ്വാസത്തിൽ നിന്നും പോയില്ല. എന്നെ കൊണ്ട് ആശ്രയം മുറിയാതെ ഞങ്ങൾക്ക് ഒരു അള്ള ഉണ്ട് എന്നുള്ള നിലക്ക് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു എന്നെ നേരെയാകുന്നെങ്കിൽ അവർ ഇങ്ങനെ അങ്ങനെ ക്ഷമിച്ചു, എന്നിൽ ഇത് പ്രതീക്ഷിച്ചു കൊണ്ട് നിന്നു. പക്ഷെ മരിക്കോളം ഞാൻ അവർക്ക് നൽകിയില്ല. ഇന്ന് ഇവര് എന്റെ അടുക്കൽ വരുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. മലക്കുകളെ മീസാൻ എടുത്തു മാറ്റും, അവർ സ്വർഗത്തിലേക്ക് പോയി.
സ്വർഗത്തിലുള്ള ഒരു അനുഗ്രഹങ്ങൾ ആ ദൂരത്ത് തന്നെ കാണുമ്പോൾ ഇവർ പറയും, പടച്ചോനെ ഞങ്ങൾ ഒന്നുകൂടി ദുനിയാവിലേക്ക് എത്തിപ്പെടണം, എന്നിട്ട് ഇതിനേക്കാൾ കൂടുതൽ പ്രയാസങ്ങൾ തരണം, എന്നിട്ട് ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യണം, നീ അത് നീ സ്വീകരിക്കരുത്. അങ്ങനെ വീണ്ടും ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്തിനാണ്? ഇത് കാട്ടി കൂടുതൽ നിയാമത്തുകൾ സ്വർഗത്തിൽ കിട്ടാൻ. അങ്ങനെയൊക്കെ വിധത്തിലുള്ള ഒരു ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ ഒരിക്കലും വിശ്വാസി റഹീം എന്നുള്ള നിലക്ക് ഗുണം മറ്റവർക്ക് അത് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ഇവിടെ റഹ്മാൻ, വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവരും ഒരേപോലെ ഗുണം ചെയ്യുന്നത്. അത് നിരീശ്വരവാദിക്ക് പോലും അല്ല നല്ല ഉഷാറായി പോകും. അവര് നല്ല ധനം കൊടുക്കും. എന്നാൽ ധനം കൊടുക്കാത്ത നിരീശ്വരവാദി ഉണ്ടാവും. ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കാത്തവരെന്നല്ല, എന്താ പറയാ, വിശ്വസിച്ചവരെ മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇസ്ലാമിന്റെ അള്ളാഹു താലാനെ പരിഹസിക്കുന്ന ആളുകൾ, മുത്തുനബിയെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്കും രോഗമൊന്നും ഇല്ലാതെ ഉഷാറായി കൊണ്ടുപോകണമെന്നാണ്. അവരെ കുട്ടികൾക്ക് രോഗം വന്നാൽ, അവർക്ക് രോഗം വന്നാൽ ശിഫ നൽകുന്ന അള്ളാഹ്. ഇവിടെ ഒരേപോലെ അള്ളാഹ്ക്ക് അതൊന്നൊരു വിഷയമുള്ള. ഇന്ന് വിശ്വാസികൾക്കും ഇതേപോലെ ദുരിതങ്ങൾ കൊടുക്കുന്നവരുണ്ട്, കൊടുക്കാത്തവരുണ്ട്. നല്ല രീതിയിൽ ഇസത്തിൽ ധനൗദവ് കൊടുത്ത യൂസുഫ് അലിയെ പോലെയുള്ള ആളുകളുണ്ട്. പല വിധത്തിലും ഇപ്പോഴത്തെ റഹ്മാനാണ്. അപ്പൊ അത് അങ്ങനെ ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള പിശാചിന്റെയും ഇബ്ലീസിന്റെയും അതുപോലെ നിരീശ്വരവാദികളുടെയും ചോദ്യങ്ങൾക്ക് ഓനക്ക് ഉത്തരവുണ്ട്. പക്ഷെ പലർക്കും സംശയം വരുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനൊക്കെ എത്രയൊക്കെ ദുആ ചെയ്തിട്ട് എന്റെ കിണറ്റിൽ വെള്ളം വന്നില്ലല്ലോ, കിണറ്റിൽ വെള്ളം വരെ ഓനല്ലാതെ തരുന്നവനില്ല, ഖുർആനും പറഞ്ഞ് ചോദിക്കാൻ പറഞ്ഞ് തരാന്ന് പറഞ്ഞു. ഞാൻ എത്ര കൂറെ വരും, പക്ഷെ എന്റെ കിണറ്റിൽ വെള്ളം വന്നില്ലല്ലോ, മറ്റേ അടുത്തുള്ള വീട്ടിൽ വെള്ളം വരുന്നുണ്ടല്ലോ. ഇതൊന്നും വന്നോട് സുവാസി ബിലീസിനിടാന് വിശ്വാസിയാണെങ്കിൽ പറ്റില്ല. വിശ്വാസിക്ക് മനസ്സിലാവും ഇവിടെ അല്ല എങ്ങനെ കൊണ്ടുപോകുള്ളൂ. അല്ല ഉദ്ദേശമെങ്കിൽ എനിക്ക് നൽകും, അല്ലെങ്കിൽ നിൽക്കില്ല. പക്ഷെ എന്റെ കടമ അല്ല പറയുന്നത് അവരോട് ചോദിക്കുകയാണ്. ആ ചോദിക്കല് തന്നെ എനിക്ക് കിട്ടിയ തൗഫീഖാണ്. എന്റെ ഒരു സൃഷ്ടാവായ എനിക്കെല്ലാം നൽകുന്ന അള്ളാഹുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കും. അവനോട് ചോദിക്കാനുള്ള മനസ്ഥിതി അള്ളാഹു എനിക്ക് നൽകിയല്ലോ. അത് അവരിഷ്ടപ്പെടുന്ന ആളുകൾക്ക് നൽകുന്നതാണ്. ഇത് കുറഞ്ഞ കാലം, കുറച്ച് വർഷങ്ങളല്ലേ ജീവിക്കാനുള്ളൂ. കൂടിയത് 100 വർഷം ജീവിച്ചാലും ഇനിയിപ്പോ എത്ര വർഷം ഞാനുള്ളൂ. ഈ കുറഞ്ഞ കാലം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള ഒരു പ്രയാസവും ഉണ്ടാവും. എനിക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവും. ആ റഹീം എന്നുള്ള, കാരുണ്യവാൻ എന്നുള്ള, അവന്റെ റഹീം എന്നുള്ള ആ വിശേഷം ഇതാണ് മാസ്റ്റർ കണ്ടത്. അപ്പൊ വിശ്വാസമാണ് വേണ്ടത്. മനസ്സിലാക്കണം. മാരിഫത്തില്ലെങ്കിൽ പേച്ചുപോകാൻ സാധ്യതയുണ്ട്. അതൊന്നും ഉണ്ടാവൂലായിരിക്കും, അങ്ങനെ ഒരു അള്ള ഉണ്ടാവൂലായിരിക്കും. കാരണം അള്ളാഹ് വിശ്വസിക്കാത്തവർക്ക് കുറെ കൊടുക്കണം, വിശ്വസിച്ചവർക്ക് കൊടുക്കണം. അപ്പൊ ഇതൊന്നും ഇല്ലായിരിക്കൂ എന്നുള്ള ചിന്ത പോലും ഇബ്ലീസ് ഇട്ടുതരാൻ സാധ്യതയുണ്ട്, അള്ളാഹനെ അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് അറിയില്ല നിർബന്ധമാണ് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ എന്താ പറഞ്ഞത്? ഇനിയോ അവര് എല്ലാ സൃഷ്ടികളുടെയും സൃഷ്ടാവാണ്. എല്ലാ സൃഷ്ടികളുടെയും ഈ പ്രപഞ്ചത്തിൽ എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അർശ് മുതൽ 7 ഭൂമിയുടെ അടിഭാഗം വരെയായി. അതിൽ എന്തൊക്കെ പെട്ട്? സൗരയൂഥങ്ങൾ പെട്ട്, മിൽക്കി വേ ആകാശഗംഗകൾ പെട്ടു, അതുപോലെ തന്നെ ലോക്കൽ ഗ്രൂപ്പുകൾ പെട്ടു. എന്തെല്ലാം സൃഷ്ടികളുണ്ട്. ഇതിനൊക്കെ ഇല്ലായിരുന്നു അള്ളാഹ് സൃഷ്ടിച്ചത്. അല്ല സ്വയം അങ്ങനെ പ്രത്യേക ഭരണപദത്തിലൂടെ ഓരോന്നും പ്രത്യേക ഓടുക. ഭൂമിക്കൊരു ഉപക്രമണം വേറെ ഉണ്ടാവുക, ഒരു അച്ചുതണ്ട് പോലെയുള്ള സാങ്കല്പിക അച്ചുതണ്ട് ഉണ്ടായ, ഇതൊക്കെ ബുദ്ധി ഉണ്ടായത്, അങ്ങനൊന്നുമല്ല. അതൊക്കെ കൃത്യമായിട്ടുള്ള നിശ്ചയപ്രകാരം അള്ളാഹു സൃഷ്ടിച്ചതെന്നുണ്ട്. അങ്ങനെ ഇതിനെല്ലാത്തിനും സൃഷ്ടാവാനാണ്. അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും അവർക്കെല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കണം അള്ളാഹ് മാത്രമാണ്. അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നത് അള്ളാഹ്. അത് ബാക്ടീരിയ ആയാലും ഫംഗസ് ആയാലും ഏതായാലും എല്ലാ ജീവജാലങ്ങളും ഭക്ഷണം ഗുണം അവൻ തന്നെയാണ്. ഇത് വിശ്വസിച്ചു. എന്നിട്ടോ അവൻ പരിപൂർണമായ എല്ലാ നല്ല ഗുണങ്ങളെ കൊണ്ടും വിശേഷണം ചെയ്യപ്പെട്ടവനാണ്. എല്ലാ നല്ല ഗുണങ്ങളും ഉള്ളവനാണ് എന്നർത്ഥം. പൂർണ്ണമായ എല്ലാ ഗുണങ്ങളും ഉള്ളവനാണെന്ന് വിശ്വസിക്കണം ഇവൻ. മനസ്സിലാവുന്ന? അതായത് ഞാൻ നമ്മളെ പോലുള്ള കാഴ്ചയല്ല, എല്ലാ വിധത്തിലുള്ള കാഴ്ചകളും എല്ലാ നിലക്കും അതിന്റെ പെർഫെക്റ്റ് ആയിട്ട് അല്ല കാണും. കുട്ടികൾക്ക് പറ്റില്ല. ഇതേപോലെ ഓരോ വിശേഷണങ്ങളും എല്ലാ ഗുണങ്ങളും അങ്ങനെ അല്ല നൽകുകയാണെങ്കിൽ അയ്യാതി നൽകലായിരിക്കും. അല്ല സ്നേഹിക്കുകയാണെങ്കിൽ ആ വിധത്തിലുള്ള സ്നേഹമായിരിക്കും. അല്ല കാരുണ്യം പ്രവർത്തിക്കുന്ന ആ വിധത്തിലുള്ള കാരുണ്യമായിരിക്കും. കണ്ടോ? അങ്ങനെയാണ്.
അങ്ങനെ സിഫാത്തുകൾ എണ്ണി വരുന്നുണ്ട്. മനസ്സിലായോ? എന്നിട്ട് പറയാണ് അപ്പൊ എന്റെ അത് ഇല്ല, വിടാനില്ല. ഏതൊക്കെയാണ്? കൽ ഇൽമി, ആ കമാലായ സിഫാത്തിനെ സംബന്ധിച്ച് ഇവിടെ ഈ മഹാൻ പറയും കൽ ഇൽമി, അറിവ് പോലെ, വൽ ഖുദ്റത്തി, കഴിവ്, ഖുദ്റത്ത് പോലെ, വൽ ഇറാദത്തി, ഉദ്ദേശശക്തി പോലെ, വസ്സമഇ, കേൾവി ശക്തി പോലെ, വൽ ബസ്വരി, കാഴ്ച ശക്തി പോലെ, വൽ കലാമി, സംസാരശേഷി പോലെ, അതുപോലെയുള്ള പരിപൂർണമായ അതൊക്കെ നല്ല ഗുണങ്ങളാണ്. ആ ഗുണങ്ങളൊക്കെ അള്ളാഹു ഉള്ളവനാണ്. അതിന്റെ പരിപൂർണ അവസ്ഥയിൽ അള്ളാഹുവിനുണ്ട്. നമ്മളിലുള്ളതൊക്കെ നെക്സാണ്, നമ്മളിലൊക്കെ ന്യൂനതകളുള്ള ഗുണങ്ങളാണ്. നീങ്ങിപ്പോകും, അല്ലെങ്കിൽ ഇല്ലാതാവും. ഒരു കാഴ്ച ആണെങ്കിൽ കുറെ കഴിഞ്ഞാൽ മങ്ങല് വരും, ഇപ്പൊ കണ്ണടമൊക്കെ ഉണ്ട് വരും, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് കാഴ്ച പോണത്. ഇതുപോലെ നമ്മളിലുള്ള എല്ലാം മോശം അള്ളാന്റെ പോകും. പണ്ടേ ഉള്ളതാണെന്ന് മാത്രമല്ല എന്നൊന്നും നിലനിൽക്കുന്നതാണ്. അതിൽ ഒരു ന്യൂനത പോലും വരും. കണ്ട വന്നവു തീർച്ചയായും മുനസ്സൻ പരിശുദ്ധനാണ്. അൻ സിഫാത്തിൻ നഖ്സി, ന്യൂനതയുള്ള എല്ലാ വിശേഷണങ്ങളും അവൻ പരിശുദ്ധനാണ്. അവർക്ക് ഉണ്ടാവില്ല. പരിശുദ്ധനാന്ന് പറഞ്ഞാൽ ന്യൂനതയുള്ള കുറവുള്ള ഒരു വിശേഷണവും അവനും ഉണ്ടാവില്ല. ഉദാഹരണമായിട്ട് കൽ ജഹിലി, അറിവില്ലായ്മ, വിഡ്ഢിത്തരം. ഇന്ന കാര്യത്തിൽ അള്ളാഹ്ക്ക് അറിയില്ല അങ്ങനെ പറയാൻ പാടില്ല, കുഫ്റാണ്. കാരണം അള്ളാഹ്ക്ക് അങ്ങനെയുള്ള ന്യൂനതയുള്ള സിഫത്തുകൾ, വിശേഷണങ്ങൾ അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കല്, അത് പറയലും കുഫ്റാണ്. അത് പാടില്ല. കാരണം അള്ളാഹു തആല എല്ലാം അറിയുന്നവനാണ്. അപ്പൊ ജഹിലി, അറിവില്ലായ്മ എന്നുള്ളത് അവർക്ക് ഉണ്ടാവില്ല. നെക്സ്, ന്യൂനതയുള്ള സിഫാത്തുകളൊന്നും അവനുണ്ടാവില്ല എന്നർത്ഥം. കൽ ജഹിലി, അറിവില്ലായ്മ പോലെ, അജിസിയ, അശക്തത, ബലഹീനത പോലെ, ശക്തിയില്ലായ്മയെ പോലെ, അതുപോലെയുള്ള മറ്റു മോശമായ ന്യൂനതയുള്ള സിഫത്തുകളും അള്ളാഹ്ക്ക് ഉണ്ടാവില്ല. മനസ്സിലാവുന്നു. തീർച്ചയായും കാര്യം അല്ലാഹു തആല യതസറഫു ഫീ മുൽകിഹി മാ യശാ, അവൻ അവന്റെ അധികാരത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന മാറ്റവികാസങ്ങൾ ഉണ്ടാവും, തസറുഫുകൾ നടത്തും. അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നതാണ്. അവന്റെ ഈ പ്രപഞ്ചത്തിൽ, അവന്റെ സൃഷ്ടികളിൽ അവൻ ഉദ്ദേശിക്കുന്ന, അവന് ഇഷ്ടമുള്ള മാറ്റത്തിരുത്തലുകൾ അവൻ വരുത്താൻ കഴിവുള്ളൂ. അവൻ വരുത്തും. അതിലാരും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ ഇഷ്ടമുള്ളത് ചെയ്യും. അവൻ അവന്റെ സൃഷ്ടിയിൽ അവൻ ഉദ്ദേശിച്ചത് വിധിക്കും. അത് അവന്റെ ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ അവൻ കാരുണ്യവാനാണ്, സ്നേഹനിധിയാണ്, റഹ്മാനാണ്. നേരത്തെ പറഞ്ഞ റഹ്മാനാണ്. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവൻ അവന്റെ സൃഷ്ടിയെ വിധിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാന്റെ വിശേഷണങ്ങൾ, അള്ളാഹിനെ പറ്റി എന്താണോ റസൂലുള്ളാഹി പറഞ്ഞു തന്നത്, ഖുർആൻ പറഞ്ഞു, അത് വെച്ചിട്ടായിരിക്കണം ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അവന്റെ സൃഷ്ടികൾക്ക് അവൻ ഉദ്ദേശിച്ച് വിധിക്കുന്ന സൃഷ്ടികൾക്ക് ആണ്ട് കഷ്ടപ്പെടുത്തുന്നല്ല. അവൻ കാരുണ്യവാനാണ്, സ്നേഹനിധി, പിന്നെ റഹ്മാനാണ്. അത് ഈ പരീക്ഷണ ലോകത്ത് എല്ലാവർക്കും ഒരേപോലെ പലപ്പോഴും പല വിധത്തിൽ പരീക്ഷിക്കും. അപ്പൊ ഒരു പരീക്ഷണം കൊടുത്ത് ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കല്ല കൊടുക്കും. ഒരു പ്രയാസം ഉണ്ടാവുമ്പോ മറ്റുള്ളവർക്കില്ലാത്തൊരു ഗുണം കൊടുത്തിട്ടുണ്ടാവും. ഒരു അങ്ങനെ വൈകല്യം ഉണ്ടെങ്കിൽ ചിലപ്പോ എനിക്ക് നല്ല ഇതുണ്ടാവും, ശബ്ദമാധുര്യം കൊടുത്തിട്ടുണ്ടാവും. കണ്ണു കാണാത്തവരായിരിക്കും, പക്ഷെ നല്ല ഉന്നതം, നല്ല രീതിയിൽ എനിക്ക് നല്ല ലഹനില് നല്ല സ്വരമാധുര്യത്തോടു കൂടി പാടാനൊരു കഴിവുണ്ടാവും. വേറെന്തൊക്കെയോ കഴിവുകൾ ഒരു ഭാഗത്ത് അംഗവൈകല്യം ഉണ്ടെങ്കിലും, അതുകൊണ്ടാണ് അംഗവൈകല്യം എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം അതൊരു വൈകല്യം ഇല്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്, മനുഷ്യശാസ്ത്രം പറയുന്നത്. അത് വൈകല്യമല്ല ശരിക്കും. കാരണം അവർക്ക് അതല്ലാത്ത അതായത് എക്സ്ട്രാ ഓർഡിനറിയാണ് അവര്. എക്സ്ട്രാ ആയിട്ട് അല്ലാഹു തആല പ്രത്യേക വിശേഷണം കൊടുത്തവരാണ്. നമ്മളെ സാധാരണ ആയിട്ടുള്ള നമ്മുടെ ഈ അവയവങ്ങളുള്ള പോലുള്ള ഒരു അവയവത്തിൽ ഏതെങ്കിലും ഇതിൽ അവർക്കൊരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക ഗുണങ്ങൾ, വിശേഷങ്ങൾ അവർക്ക് അത് കൊടുത്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നു. അപ്പൊ ആർക്കും അല്ലാഹു ഒരു ഒന്ന് കൊടുക്കുമ്പോൾ ഒന്ന് മറ്റൊന്ന് കൊടുക്കും. അങ്ങനെയാണ്. അപ്പൊ ഈ റഹ്മാൻ, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാതെ കാരുണ്യം ചെയ്യുന്നവൻ എന്നുള്ളത് വെച്ചിട്ടായിരിക്കണം എല്ലാം നോക്കേണ്ടത്. കമാ ഖാല അല്ലാഹു തആല ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ഏതുപോലെ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞതുപോലെ ലാ യുസ്അലു, അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അമ്മാ യഫ്അലു, അവൻ പ്രവർത്തിച്ചൊന്നിനെ തൊട്ട്, വഹും യുസ്അലൂൻ, എന്നാൽ ഈ മനുഷ്യർ ചോദ്യം ചെയ്യപ്പെടും, ഈ സൃഷ്ടികൾ ചോദ്യം ചെയ്യപ്പെടും, വിശേഷ ബുദ്ധി നൽകപ്പെട്ടവർ ചോദ്യം ചെയ്യപ്പെടും. മനസ്സിലായോ? അല്ലാഹു അവന്റെ സൃഷ്ടിയാണ്, അവൻ ഇഷ്ടമുള്ളത് ചെയ്യും. പക്ഷെ അവൻ എല്ലാറ്റിലും പിന്നിൽ ഒരു ഹൈർ അവനുണ്ടാവും. അത്ര കാരുണ്യവാനാണ്. ഒരു നന്മ ഉണ്ടാവും ഏത് പ്രവർത്തനത്തിലും. അത്ര കാരുണ്യവാനാണെന്നുള്ള അഭിപ്രായം. അപ്പൊ ചുരുങ്ങിയത് ഇങ്ങനെ മനസ്സിലാക്കണം എന്നാണ്.
അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണം, കൂടുതൽ അറിയാൻ പറ്റും, അതിനുള്ളവരാണ്. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ അവരെ ഇൽമുകൾ അല്ലാഹു തആല ദുനിയ ഇൽമുകൾ ആർജിച്ചെടുത്തവരാണ് ആരിഫീങ്ങളായ മഹാന്മാര്, മശായിഖുൽ മശായിഖ്. കൂടുതലുള്ളവർ അറിയേണ്ടവർ അവരുമായി ബന്ധപ്പെടുക. അതുപോലെ തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതാണ് അതുകൂടി പറയാൻ ഒന്നുകൂടി. അതായത് എന്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്, എനിക്ക് ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്, എന്റെ ഭാര്യക്കും കുട്ടികൾക്കും എന്റെ ചെലവിന് കീഴിലുള്ള ആളുകൾക്കൊക്കെ ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്. അങ്ങനെ പരിശുദ്ധനായ ഒരു ഇലാഹ് എനിക്കുണ്ട്, ഇനി ഒരു റബ്ബ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ പങ്കു ചേർക്കില്ല. അതിൽ ഞാൻ എന്റെ എന്താ പറയാ ബിസിനസ് നടത്തുന്ന കടയിലെ ഓണർ, യജമാനൻ, ഓണർ ഉണ്ടല്ലോ, ഉടമസ്ഥൻ, അയാളെ ഞാൻ എന്റെ ഭക്ഷണം നൽകുന്നവനായിട്ട് മനസ്സിലാക്കൂല, എന്റെ കാര്യകർത്താവായിട്ട് മനസ്സിലാക്കൂല, ഒരു സിറ്റേയും മനസ്സിലാക്കൂല. അതിൽ ഞാൻ ആരെയും പങ്കു ചേർക്കൂല, അള്ളാഹനെ മാത്രം മനസ്സിലാക്കൂല. അവരൊക്കെ മാധ്യമങ്ങളാണ്. എനിക്ക് അല്ലാഹു തആല നൽകിയ ഒരു ഉദ്യോഗമാണ്. ഇതിലൂടെ എനിക്ക് നൽകുന്നത് അള്ളാഹുവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ രംഗത്തും നമ്മളെ റാസിഖ് അല്ലാഹു, ഹുവ ഖൈറുർ റാസിഖീൻ. അവന് അല്ലാഹു ഖൈറുർ റാസിഖീൻ, അല്ലാഹു ഉത്തമനായ ഭക്ഷണം നൽകുന്നവനാണ്. മനസ്സിലാവുന്നു. അവൻ റസ്സാഖാണ്, നല്ലോണം നൽകുന്നവനാണ്. എല്ലാവർക്കും അള്ളാഹ് നൽകണം. വലിയ തിമിംഗലങ്ങൾക്കും വലിയ ആനക്കും അള്ളാഹ് നൽകുന്നത്. എങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ആനകൾക്ക് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ വലിയ നൽകണവരാണ്. അപ്പൊ കാട്ടിലുള്ള ആനകൾക്കോ അതിൽ കൂടുതൽ അള്ള കൊടുക്കുന്നുണ്ട്. മനസ്സിലാവും. നമ്മൾ ഇവിടുന്ന് നാട് കാണിച്ചൂരേ, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും മൈസൂർക്കോട്ടെ പോകുമ്പോൾ കാട് വഴി പോകുമ്പോൾ ഉണങ്ങിയ കാടുകളായിരിക്കും. അവിടെയും ആനും വലിയ വലിയ ആനകളൊക്കെ കാണും. അവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. ഇവരൊന്നും കൊടുത്തില്ല, അതിൽ അവർ ചത്തുപോകുമെന്ന് വിചാരിക്കണ്ട. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ദാരിദ്ര്യവും ക്ഷാമവും ഉണ്ടാകും. മനസ്സിലാവും. അതൊക്കെ നേരത്തെ പറഞ്ഞതിൽ പെട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്കൊരു റാസിയാണ്, എനിക്ക് ഭക്ഷണം തരുന്ന അള്ളാഹെന്നുള്ള ബോധം. ആ ബോധം ഉണ്ടായ അള്ളാഹിനോട് നന്ദി ഉണ്ടാവും. അപ്പൊ നമ്മൾ അനുസരിക്കുന്നവരായി. ഈ ബോധം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അനുസരിച്ചെടുക്കാൻ. അള്ളാഹ് പറഞ്ഞിട്ട് റസൂലുള്ള പറഞ്ഞിട്ടെന്ന് പറഞ്ഞു, അതെന്തെങ്കിലും പറഞ്ഞു ആ ഒരു മുഖത്തിൽ താടി വെക്കാൻ പോലും അള്ളാഹു റസൂലും പറഞ്ഞിട്ടുണ്ട്. വളരെ കൂളായിട്ട് നടക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ അള്ളാഹുടെ റസൂല് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരു ഭാഗം മാത്രമായിട്ട് നാഗ വരണ്ടി എടുക്കല്ലേ. ഒരു ഭാഗത്ത് മുടി വെച്ച് മറ്റേ ഭാഗം മൊത്തം അങ്ങോട്ട് മൊത്തമായിട്ട് വരണ്ടിയിട്ട് ആ മുടി കളയല്ലേ, അത് ക്രോപ്പാണ്, അത് പാടില്ല. മനസ്സിലായി. അങ്ങനെ അള്ളാഹുടെ റസൂല് പറഞ്ഞിരിക്കണെന്ന് പറയുമ്പോൾ പോകുന്നൊരവസ്ഥ. അങ്ങനെ ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു. മുടിയുടെ അല്പ ഒരു ഭാഗത്ത് കുറച്ച് കുറഞ്ഞ്, അതല്ല ക്രോപ്പ്. കുറച്ച് ഭാഗം അങ്ങനെ കുറഞ്ഞിട്ട് ക്രോപ്പ് ആവൂല. മൊത്തം വരണ്ട ഒരു ഭാഗം നിർത്തിയിട്ട് മൊത്തം മുടി ഇല്ലാത്ത ഇത് മൊട്ടടിച്ച പോലെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ട് എടുക്കുക, അതാണ് ക്രോപ്പ്. അല്ലാതെ ലേശം പോയിട്ട് ക്രോപ്പ് എന്ന് പറയുക. മനസ്സിലാവുന്നതാണ്. അപ്പോ അങ്ങനെയൊക്കെ അത് ഉദാഹരണം പറയാം. ഇതുപോലെ സ്ത്രീകളാണെങ്കിൽ അള്ളാഹു അവൻ റസൂലും നിങ്ങളോട് എന്ത് ചെയ്യണം, പുറമേക്ക് പോകുമ്പോൾ നിങ്ങൾ മറയോട് കൂടി പോകണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു നിസ്സാരമായിട്ട് അതൊന്നും ആർക്കും വരില്ല. അതൊന്നും ഈ ചിന്തിക്കാത്തവർക്കാണ്. ഇവർക്കറിയാം സെട്ടാവല്ലാണെന്ന് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് അറിവിൽ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ ബോധത്തിൽ നമ്മൾ വരാണെങ്കിൽ നമുക്ക് നന്ദി ഉണ്ടാവില്ല. നമുക്ക് ഭക്ഷണം നൽകുക, നമുക്ക് ജോലി നൽകിയ, നമുക്ക് ആരോഗ്യം നൽകിയ, നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകണം എന്റെ റാസിഖായ അള്ളാഹു. ആ അള്ളാഹു അവന്റെ പ്രവാചകനെ വിട്ട് അവനൊരു റസൂലിനെ എന്നിലേക്ക് അയച്ച് അവനനുസരിക്കാൻ പറഞ്ഞു. ഇന്നതൊന്നും ചെയ്യരുതിട്ടോ എന്ന് നല്ല രീതിയിൽ പറഞ്ഞു. എന്നിട്ട് ഞാനത് ത്രിവൽഗണിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ നന്ദിയില്ലാത്ത ഒരു അടിമയായി, അള്ളാന്റെ സൃഷ്ടിയായി. ഞാൻ എത്ര നന്ദി വേണം. ഒരു അയലക്കത്തുള്ള നായനെ കണ്ടിട്ടെങ്കിലും പഠിക്കണം. ആ നായ അതിന് ഭക്ഷണം കൊടുക്കുന്നവർക്ക് വാലാട്ടിന് നന്ദി ചെയ്യും. നമ്മൾ മനുഷ്യരായിരിക്കും നമ്മൾ നന്ദി കേട് കാണിക്കും. അപ്പൊ അള്ളാഹു റസൂലും പറഞ്ഞതിന് നിസ്സാരാകുന്ന രീതി അവർക്ക് വരില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കും. അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ റസൂൽ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദുമാർ എല്ലാവരുടെയും പദവികൾ ഉയർത്തട്ടെ. അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും നമ്മുടെ മാതാപിതാക്കന്മാർക്ക്, ഇണകൾക്കും സന്താനങ്ങളും ഒക്കെ അള്ളാഹുന്റെ തൃപ്തിയിലായ ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകട്ടെ. അള്ളാഹു തആല ഈ പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തും, ഈ ഭൂമിയുടെ പല ഭാഗത്തും കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, യാതനകൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ, ആക്രമിക്കപ്പെടുന്ന മുസ്ലിമീങ്ങൾ, മുസ്ലിമാത്തുകൾ അള്ളാഹു തആല അവർക്ക് എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു തആല മോചനം നൽകുമാറാകട്ടെ. അള്ളാഹു തആല ശത്രുക്കളുടെ ഷർറിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഫലസ്തീനുള്ള അഹലുകാർക്ക് അള്ളാഹു തആല ഇസ്സത്തോടുള്ള ജീവിതം നൽകട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു തആല ലഘൂകരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു തആല അവർക്ക് ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ മാറ്റിമറിക്കട്ടെ.
അള്ളാഹു താല മുസ്ലിം മതത്തിൽ മൊത്തം അഭിമാനം നൽകട്ടെ, ദുനിയാവിൽ ആഖിറത്തിൽ അഭിമാനം നൽകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തിട്ട് എല്ലാ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു താല അവർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളിൽ നിന്ന് തന്നെ നല്ലവരായ എത്രയോ അമുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ആക്രമിക്കപ്പെടുന്നവരുണ്ട്. അള്ളാഹു അവരെല്ലാവരെയും ആക്രമണങ്ങളിൽ നിന്ന് അള്ളാഹു താല മോചിപ്പിക്കുകയും അവരുടെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം അവർക്ക് രക്ഷ നൽകുകയും ചെയ്യട്ടെ. ആമീൻ റഹ്മത്തുക യാ അർഹമർ റഹീമീൻ ബിജാഹി സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.